സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു സാധാ ഒരു ഗെയിമിന് വേണ്ടി കളിച്ചതാണ്. അപ്പോൾ ഒരു സാധാ ഒരു വീഡിയോ എടുക്കണ പോലെ ഒന്ന് എടുക്കാൻ നോക്കുകയാണ്. ഒരു ബൂയൊക്കെ അടിച്ച് ഒരു 5 കിൽ ബൂയ ചാലഞ്ചാണ് ഞാൻ ചെയ്യാൻ നോക്കിയത്. പക്ഷേ വന്ന് കയറിയപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഫുൾ വീഡിയോ ഒന്ന് കണ്ടോക്കണം. ഇവിടെ നിന്ന് നേരെ ചടിയത് നേരെ ഞാൻ ആദ്യം തുടങ്ങി പോകാം. പക്ഷെ ഞാൻ നേരെ പിന്നെ പീക്കിലേക്ക് അവന്മാർ ഫോളോ ഇല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അവന്ന് വീണിട്ട് ഈ താഴെ ഇറങ്ങുമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ അപ്പം തന്നെ നോക്കായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് കണ്ടു. അതുകൊണ്ട് ചുറ്റും അപ്പോൾ ഇവനെ പിടിച്ചങ്ങനെ ഒരു ഹെഡ്ഷോട്ട് പക്ഷെ കിട്ടിയില്ല. ഒരെണ്ണം കിട്ടി. അവനെ പിന്നെ ഞങ്ങൾ നേരെ താഴെ ചാടാന്ന് ഓർത്തു. പിന്നെ താഴെ ഫുള്ള് ഇനി അത് തന്നെ ഞങ്ങൾ നേരെ ചെന്നിട്ട് മോളിൽ അടിക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ 18 ബുള്ളറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ലോങ് അടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. അവന് കണക്ട് ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ മോളിൽ നിന്നിട്ട് അടിച്ചിട്ട് എല്ലാ കാര്യം കൊടുത്തു. ഇനി എനിക്ക് 8 ബുള്ളറ്റും ആ 8 ബുള്ളറ്റ് കൊണ്ട് ഒരുത്തന്നെ നോക്കച്ചു. അപ്പോഴത്തേക്കും മറ്റൊരു വന്നിട്ട് കില്ല് കൊടുത്തു. പിന്നെ ഞാൻ അവനെ തെക്കാൻ നോക്കിയപ്പോൾ പിന്നെ ഒട്ടും ഉണ്ടായി. അതാണ് ഞാൻ നേരെ താഴ്ചാടാന്ന് വിചാരിച്ചു. ആദ്യം ഇവിടെ കിടക്കാന്നാണ്. പക്ഷെ പിന്നെ ഒന്ന് ഹീൽ ചെയ്തിട്ട് എണ്ണിട്ടൊന്ന് പോയിട്ട് ബുള്ളറ്റൊക്കെ കണക്ട് ചെയ്തിട്ട് വരാമെന്ന് ഓർത്ത്. പിന്നെ ഇവിടെ നിന്ന് ഹീലടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഞാൻ എണ്ണിട്ട് ഓടി ഒരു ബോട്ട് എന്തെങ്കിലും നോക്കി അവസാനം മറ്റേ ബുള്ളറ്റ് കിട്ടി. പിന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാമെന്ന് ഓർത്ത് ഈ പച്ച വീട്ടിൽ കയറി. പച്ച വീട്ടിൽ കയറിയപ്പോൾ അവിടെ പറ്റി സ്റ്റാർട്ടിങ് കൊണ്ട് ഞാൻ അവിടുന്ന് നേരെ എനിക്ക് ഈ ബുള്ളറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നോക്കണ്ട. പിന്നെ അവനെ തിരിഞ്ഞു അടിക്കുന്ന പറയുമ്പോൾ അവനെ കാണാനില്ല. എന്നിട്ട് ഞാനിട്ട് മറ്റേ പീക്കിൻ്റെ അകത്തൊരു മാപ്പ് നോക്കിയപ്പോൾ അവിടെയെങ്കിൽ എനിമീസിൻ്റെ ഇതും. എന്നാൽ പിന്നെ അവിടെയും പോകണ്ടെന്ന് വിചാരിച്ചത് ഒരു പോയപ്പോഴാണ് ഒരു AC 10 കിട്ടിയത്. AC 10 കിട്ടിയിട്ട് വലിയ പ്രയോജനം ഇല്ലായിരുന്നു. ഞാൻ AC 10 അധികം കളിയല്ല. അപ്പം എനിക്കൊരു അടി. പിന്നെ ഞാൻ ഈ വണ്ടി പിന്നെ വേണ്ടെന്ന് വിചാരിച്ച് ആദ്യം ഹീലായിട്ട് പിന്നെ ഓടാമെന്ന് വിചാരിച്ച്. പിന്നെ അവനെ കണ്ടില്ല. പിന്നെ ഞാൻ ബാക്ക് മൊത്തം നോക്കി എന്നിട്ട് ഓടി. എവിടെ നിന്നാണ് അറിയാമുള്ള ഒരു സൈഡിൽ നിന്ന് എനിക്ക് അടിച്ച് അല്ല. അപ്പം ഞാൻ മറ്റേ പവറിങ് സ്പീഡ് ബൂസ്റ്റിൻ്റെ ചെയ്തിട്ട് ഈ ഹീലർ എടുത്തിട്ട് ഓടി. പിന്നെ ഞാനങ്ങനെ ഒറ്റ പിന്നെ ഈ വീട്ടിൽ കയറിയിട്ടായിരുന്നു മറ്റേ പരിപാടികൾ. ഈ വീടിൻ്റെ കയറിയിട്ട് വല്ല ലൂട്ട് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ മിനിയൂസിയുടെ മറ്റു കുറേ ആമോസ് ഉണ്ട്. പിന്നെ തന്നെ കുറച്ച് പൈസയും കിട്ടി അവിടെ നിന്ന്. പിന്നെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഫുൾ സ്ക്വാഡായിട്ട് വരുമെന്ന് ഓർത്തിട്ട് ഞാനായിരുന്നു. പിന്നെയാണ് ഒരു P90 കിട്ടിയത്. പിന്നെ P90 വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മിനിയൂസ് എടുത്ത് കളഞ്ഞു. മിനിയൂസ് എനിക്ക് അധികം ഇഷ്ടമല്ല. അത് തന്നെ ഞാനത് കളഞ്ഞത്. പിന്നെ ഒരു ഗണ്ണ് കിട്ടി, അത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്നാണ് കളി മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. നിങ്ങൾ ഇവിടുത്തെ ഒന്ന് എൻ്റെ കളി കണ്ടു നോക്കണം. ഗൈസ്, നിങ്ങൾ ആ ഹെഡ്ഷോട്ട് കണ്ടില്ലേ? അത് ശരിക്കും ഞാൻ ശരിക്കും പറയാലോ കൈ വിറച്ചോട്ടാണ് കളിച്ചോണ്ടിരുന്നത്. ശരിക്കും ഞാൻ ഇവിടെ വെച്ച് ഞാൻ ഊമ്പിന്നാണ് ശരിക്കും വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ മറ്റൊന്ന് മര്യാദയ്ക്ക്
അവൻ ക്യാമ്പ് ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടേക്ക് മര്യാദയ്ക്ക് പോകണത്. പിന്നെ എനിക്ക് പുറകെ നിന്ന് അടിയിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു ഗ്ലൂ ഹോൾ ഇട്ട് അവനെ നെട്ട് അടിച്ച്. പക്ഷെ അവൻ ഫുള്ള് ചത്തില്ലായിരുന്നു. പിന്നെയാണ് അവനങ്ങ് തീർത്താലോ എന്ന് വിചാരിച്ചത്. ഇവിടെ വെച്ചൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പടാപാട് കിട്ടും. ശരിക്കും ഇത് കണ്ടന്റ് എളുപ്പം തോന്നുന്നു. പക്ഷെ എനിക്ക് എൻ്റെ കയ്യൊക്കെ വരച്ചിട്ടായിരുന്നു ഇത്. അവനാണെങ്കിൽ ഒരു മറ്റേ ഒരു മറ്റേ മോൺസ്റ്ററൊക്കെ മറ്റേ മോണിന്ന് പറപ്പിച്ചിടാനായിട്ട് നോക്കി. പിന്നെ അവൻ ആ ഫ്രീസ് ബോൾ എടുത്തിട്ട് എൻ്റെ മണ്ടയുടെ മുകളിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ മേലെ കൊണ്ടില്ല. അപ്പോൾ തന്നെ അവൻ ആ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് ആ ബൂസ്റ്റ് വെക്കാനാണ്. പിന്നെ ഞാൻ അവനെ തീർത്തു. ടീം വൈപ്പോയി. അവസാനം അവൻ്റെ ലൂട്ട് കൊടുത്ത് ഞാൻ കൗണ്ട് ചെയ്ത്. അവസാനം ഞാൻ അവന് പോന്നിട്ടു. ഇവിടെ വെച്ച് ഞാൻ ശരിക്ക് ഞാൻ ഓർത്തില്ല നീ ഇവിടെ കൊന്നത്. അപ്പോൾ ഒരു എനിമിയുടെ ഇത് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തീർത്താലോ എന്ന് ഓർത്തു. പിന്നെ അവനെ ഞാൻ അവിടേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. അവൻ മിക്കവാറും അവിടേക്ക് പോകുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് പോകണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ സ്കോപ്പ് അടിച്ച് അവൻ കുതിരപ്പുറത്ത് കയറി. അപ്പോഴത്തേക്ക് ഞാൻ സ്കോപ്പ് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം അവൻ നോക്കി. അവസാനം മറ്റേ ടീമേറ്റ് എവിടുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ആരുമില്ലായിരുന്നു. ഞാൻ അവസാനം അവനെ കൊന്നിട്ട് അവൻ്റെ ലൂട്ട് എടുക്കാൻ പോയപ്പോൾ മാറ്റാൻ വന്നിട്ട് എവിടെ നിന്ന് വെടിവെക്കുന്നു. ഞാനാണെങ്കിൽ ഇവിടെ എൻ്റെ വയ്യെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. അവസാനം ഞാൻ ഇവിടുന്ന് ലൂട്ട് കളക്ട് ചെയ്ത് പോകാമെന്ന് ഓർത്തോണ്ടിരുന്നു. ഈ കുതിരപ്പുറത്തുമായിട്ട് പോകാമെന്ന് ഓർത്തു. ഇവിടെ ചെന്നപ്പോൾ ഞാൻ ഇവിടുത്തെ വീട്ടിനകത്തുള്ള ലൂട്ടുണ്ടാവും വിചാരിച്ചാൽ അവിടെ കയറി പോകും. എനിക്കിഷ്ടപ്പെട്ടു ഒന്നുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് എണ്ണിട്ട് ഇങ്ങനെ പോന്നു. അവിടുത്തെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ എനിക്ക് ഒന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പോന്നു. എന്നിട്ട് മറ്റേ ഇത് കയറിയപ്പോഴാണ് ഈ ഓട്ടോപ്പൈലപ്പോഴാണ് അവിടെ കൊണ്ടിടിച്ചത്. ഇവിടെ ചെന്നിട്ട് ഞാൻ ഈ ലൂട്ട് ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് ഇവിടെ നോക്കിയപ്പോൾ ആകെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു. ഇവിടുന്ന് ഞാൻ നേരെ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാപ്പിലായിട്ട് ഒരുത്തിനെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവൻ്റെ അടുത്തേക്കായിരുന്നു. പിന്നെ അവനെ നെക്കി പിടിച്ച് അങ്ങനെ കയറുന്നു. അപ്പോഴത്തേക്ക് അവൻ ബാക്കത്തെ അങ്ങനെ ഒരു അടിച്ചായിരുന്നു. അപ്പോൾ അവൻ കുതിരേനെ എടുത്ത് കയറിയപ്പോഴത്തേക്ക് അവൻ പിന്നെ അവനങ്ങോട്ട് ഇവിടുന്ന് എന്നിട്ട് മറ്റേ കുതിര പുറത്ത് കയറിയിട്ട് വീണ്ടും അങ്ങോട്ട് പോയി. ഇപ്പോഴത്തേക്കും വേറെ ഏതോ ഒരു വണ്ടി വന്നിട്ട് അതിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവനെ മറ്റേ ഇത് വെച്ച് അടിക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല. പിന്നെ ആ മറ്റേ AC-10 വെച്ച് അടിക്കാൻ കിട്ടില്ല. പിന്നെ അവനെ ഫോളോ ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ കാണാനുമില്ല. അപ്പോൾ ഞാനായി പീക്ക് പോയിട്ട് മറ്റേ ആരെങ്കിലും സഹായിക്കാൻ ഓർത്തായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒന്നും ഒരു എനിമി പോലും കാണുന്നില്ല. പിന്നെയാണ് ടീംമേറ്റിൻ്റെ കയറി ആരും അടിച്ചെന്ന് ഇത് കാണുന്നത്. അപ്പോൾ പിന്നെ അവിടേക്ക് പോയി. പിന്നെ ടീംമേറ്റ് 2-ൻ്റെ ഫൂട്ടും വന്നു. പിന്നെ അവിടേക്കും പോയപ്പോഴത്തേക്കും അവിടെയെങ്കിൽ ആരും കാണുന്നില്ലായിരുന്നു. പിന്നെ ഒരു എനിമീനെ കണ്ടിട്ട് അവിടെ ഒരു എനിമിയുടെ ഇത് കണ്ടു. അപ്പോൾ അവിടേക്ക് ഞാൻ പോയി ഇങ്ങനെ സർക്കിൾ അടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവിടെ ഒന്നും ഒരുത്തേ പോലും കാണുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ മൊത്തം നോക്കി. എന്നിട്ട് ഞാനായി പുറത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂ ഹോളിൻ്റെ അവിടെ എവിടെയെങ്കിലായിരുന്നു. അപ്പം കുതിരയുടെ ഇതൊക്കെ കുറഞ്ഞിട്ട് ഞാനായി ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. അവസാനം ഞാനിന്ന് പോയി വെച്ചിട്ട് മറ്റേ ഈ പീക്കിലേക്ക് ആദ്യം ഞാൻ ഇച്ചിരി സോൺ പുറത്തിട്ട് ഇറങ്ങാമെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഒരുത്ത മനുണ്ട് എന്നുള്ള ഒരു എനിമീനെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അവിടേക്ക് അവൻ കാണാണ്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. പിന്നെ പിന്നെ ഞാൻ ഓസ്കാർ വെച്ച് അവൻ്റെ ഗ്ലൂ വാൾ പൊട്ടിക്കാന്നാണ് ഓർത്തത്. പക്ഷെ ഓസ്കാറിന് അവിടെ വരെ എന്നിട്ട് അവനെ പൊട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ ലൂട്ട് കളക്ട് ചെയ്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും
നമ്മുടെ ടീംമേറ്റൊക്കെ താഴെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടീംമേറ്റ് ചത്തില്ല. അപ്പോഴത്തേക്കും എൻ്റെ ഈ ഗണ്ണൊന്ന് സ്വിച്ചായിപ്പോയി. എന്നിട്ട് ടീംമേറ്റ്സ് 2 മരിച്ചു. അവനെ താഴെ ഇട്ടു. അപ്പോൾ ഞാൻ മറ്റവനെ ഞെക്കി പിടിച്ചു. അപ്പോഴാണ് മനസ്സിലായി എൻ്റെ കയ്യിൽ ഓഗാണുള്ളത്, P90 അല്ല. അപ്പോൾ ഇവനെ ഫിനിഷ് ചെയ്തിട്ട് എൻ്റെ ഈ ഓഗെടുത്ത് മാറ്റിയിട്ട് മറ്റേ P90 എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഞാൻ P90 എടുക്കാൻ പോയപ്പോൾ എൻ്റെ കുറേ ഹെൽത്ത് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞാൻ അത് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് മറ്റേ ഹൃദയപ്പുറത്ത് കയറിയിട്ട് മറ്റേ പോവുമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ വന്നിട്ട് ഈ സോണിൽ നിന്ന് പുറത്ത് ഇവിടെ എത്തിയപ്പോഴാണ് കളി ശരിക്കും കളി തുടങ്ങിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 7 പേര് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഒരു പെണ്ണിനെ ഞാൻ അടിച്ചു. അവിടെ നിന്ന് ഞാൻ മറ്റേ എഡിറ്റൻ്റ് വെച്ച് ഹെഡ് അടിക്കാൻ നോക്കിയത്, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഓസ്കാർ വെച്ചു, അത് വെച്ചും കിട്ടിയില്ല. ആ ഓസ്കാറിൻ്റെ അടുത്തെത്തിയില്ലായിരുന്നു. പിന്നെ ഞാൻ അവളെ കണ്ടിട്ട് പിന്നെയാണ് എൻ്റെ ഒന്നും കിട്ടാനുണ്ടാകുന്നത്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് വെടിവെച്ച് റീൽ അടിച്ചിട്ടുണ്ട്. അവള് കത്തി. അവസാനം അവളെയും തീർത്തിട്ടപ്പോൾ ഞാൻ ഈ മറ്റേ P90 ഈ 99 ലെവല് ഉണ്ട്. അത് പിന്നെ അത് ഞെക്കിയിട്ട് പിന്നെ കളിയായി. ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു, പക്ഷെ അവനെ കണ്ടില്ല. പിന്നെ ഞാൻ മറ്റേ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഫോർത്ത് പേഴ്സണിൽ മറ്റേ ഫൂട്ടുണ്ടായിരുന്നു. അവൻ വെടി വെക്കണോണ്ട് ഒരുത്തന് മുകളിലോട്ട് കയറണം കണ്ടു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആദ്യം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് മറ്റവന്മാർ പൊക്കി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഈ മുകളിലായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ വന്ന് വിളിച്ചിരുന്നു. ശരിക്കും മുകളിലാന്ന് ഓർത്തിട്ടുണ്ടായിരുന്നായിരുന്നു. ഇപ്പം ഈ വെടി കിട്ടാൻ അത് എനിക്ക് നേരത്തേക്ക് അടിക്കാൻ വന്നത് സിനിമയിൽ ബുദ്ധിയില്ലായിരുന്നു. അവനങ്ങോട്ട് ടീമേറ്റ് അങ്ങോട്ട് കയറി. പിന്നെ അപ്പോഴത്തേക്ക് എന്നെ പുറകിൽ നിന്ന് അടിച്ചു. പിന്നെ അവൻ AC-10 വെച്ച് തീർക്കാമെന്ന് ഓർത്തപ്പോൾ ഞാൻ കുഞ്ഞിരുന്നിട്ട് മറ്റേ അവന്മാരെ തീർക്കാമെന്ന് ഓർത്തിട്ട് പറ്റണമാണ്. കുറേ നേരം ഇങ്ങോട്ട് ചെയ്തു. എന്നിട്ട് ഒരുത്തിനെ കിട്ടി. അപ്പോഴത്തേക്ക് അവൻ എന്നെ അടിച്ചിട്ടു. വായത്തിന് ഉണ്ടെങ്കിൽ മറ്റേ ഇതുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവനെ ഇടങ്ങൾ ശ്രമിച്ചത്. വേറെ ഒരുത്തും വന്നിട്ട് നൻപൻ വന്നിട്ട് അവനങ്ങി എന്നെ പൊക്കി വിട്ടു. അത് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ അവനെ തീർത്തിട്ട് ഞാൻ മെഡിക്കറ്റ് അടിച്ചടിച്ചിട്ട് ഞാൻ അകത്തിട്ട് കയറി. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഞാൻ ഒരുത്തനെ സെൻസ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായിട്ട് ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവനെ ഞാൻ ഡാം അടുപ്പിച്ച് ഇട്ടു. അപ്പോഴത്തേക്ക് അവൻ എസ്കേപ്പ് അടിച്ചു. അപ്പോൾ അവൻ അവിടെ ഗ്ലൂ മൊത്തം സറൗണ്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഗ്ലൂവോൾ മെറ്റിയ സാധനം ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി ഹെൽപ്പ് മറ്റവനെ ഞാൻ ഇച്ചിരി കുറച്ചു. എന്നിട്ട് മറ്റവനെ ഞാൻ ഹെഡ് അടിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ HP ഭയങ്കരമായിട്ട് ലോ ആയി. ബാക്കിയുള്ള സൈഡിൽ നിന്നൊക്കെ എനിക്ക് അടി കിട്ടി. അപ്പോൾ ഞാൻ മുകളിൽ കയറിയിട്ട് അവിടെ ഇച്ചിരി ഗ്ലൂവോളൊക്കെ ഇട്ട് ഞാൻ മെഡിക്കറ്റ് അടിക്കാമെന്ന് നോക്കി. പിന്നെ മെഡിക്കറ്റ് അടിക്കേണ്ട ഈ ഇൻഹേലർ അടിക്കാമെന്ന് നോക്കി. അതടിച്ചിട്ട് നേരെ താഴത്തോട്ട് പോയിട്ട് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് താഴെ പോയിട്ട് അവിടുന്ന് കുറേ ഫൈറ്റിങ്ങിൻ്റെ ആൾക്കാരെ നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഒരുത്തനെ കണ്ടു. അപ്പോൾ അവനെ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ ഗ്ലൂവോൾ കിട്ടും. പിന്നെ ഞാൻ സൈഡിൽ നിന്നൊക്കെ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ അപ്പോൾ തന്നെ ഗ്ലൂവോൾ കിട്ടും. പിന്നെ ഇവിടുന്ന് ലൂട്ട് കളക്ട് ചെയ്തിട്ടപ്പോൾ എനിക്ക് ആ ഗ്ലൂവോൾ വെച്ചിട്ട് സാധനം വീണ്ടും കിട്ടി. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അത് എറിഞ്ഞു. എന്നിട്ട് അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ പുറത്തോട്ട് വന്നത്. അപ്പോഴത്തേക്കും എനിക്ക് അടിക്കാൻ പറ്റിയത്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് ആ സ്പൈഡറിൻ്റെ അത് ഞാൻ പുറത്തോട്ട് പോയി. അപ്പോഴത്തേക്ക് അവൻ അകത്തോട്ട് കയറിയിട്ട് ഞാൻ അകത്തോട്ട് കയറി. എന്നിട്ട് അപ്പോഴത്തേക്ക് അവൻ ബുക്കൊന്നും ഇട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതാണെന്ന് അവൻ. അപ്പോൾ ഞാൻ മറ്റേ ഓസ്കാർ ഇട്ടിട്ട് മറ്റേ അവനെ അടിച്ചു. അപ്പോഴത്തേക്കും അവൻ ഗ്ലൂ വാൾ വെച്ച് വീണ്ടും സറൗണ്ട് ചെയ്തു. അവന് 25 ഞാൻ ഇത് ചെയ്യിപ്പിച്ചായിരുന്നു, മറ്റേ HP ഉറപ്പിച്ചു. അപ്പോഴത്തേക്കും മറ്റേ 4ാമത്തവൻ ചത്തു. അത് കഴിഞ്ഞിട്ട് അവൻ നോക്കൗട്ടായി. എന്നിട്ട് അവന്മാരെ അടിച്ചു. ഞാൻ അതിൻ്റെ പുറകിൽ നിന്നും അടിച്ചു. എന്നിട്ട് ഞാൻ അവിടുന്ന് ഹീലായിട്ട് ബാക്കൊക്കെ നോക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് മറ്റേ ഇവൻ പൊട്ടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. അത് കാരണം അവിടെ പോയിട്ട് അവൻ സ്നീക്ക് അറ്റാക്ക് ചെയ്തു. അവിടുന്ന് അവൻ്റെ കൂട്ടുകാരനെ നോക്കൗട്ട് ചെയ്തിട്ട് അവനകത്തിട്ട് വീണ്ടും കയറിയ. എന്നിട്ട് ഞാൻ മറ്റേ അവൻ്റെ ടീമേറ്റിനെ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ചെയ്തിട്ട് അതൊന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരു സർപ്രൈസ് കൊടുക്കാൻ നിർത്തിട്ട് ഇപ്പം തന്നെ 10 കില്ലായി. അവനെ കൂടെ തീർത്ത് വിട്ടു. അപ്പോഴത്തേക്ക് ഇപ്പം 11 കില്ലായി. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരുത്തനും കൂടെ വന്നു. അപ്പോൾ അവനെ കൂടെ ഞെട്ടി പിടിച്ചു. ഇവിടെ വെച്ച് എനിക്കൊരു പ്രശ്നം പറ്റി.
ടീം വൈപ്പോട്ട് ഇട്ട് ഞാൻ ഇവിടെ വെച്ച് പ്രശ്നം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തുനിയപ്പോഴത്തേക്ക് അവൻ എങ്ങനെയൊക്കെ എന്നെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തോറ്റുന്ന എനിക്ക് മനസ്സിലായി. എൻ്റെ ടീംമേറ്റ്സ് ഒരു ഗുണമില്ലാത്തവന്മാരാണ്. അത് കാരണം അവന്മാർ അവിടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞ് ഹെൽപ്പ് മീ എന്ന് കഴിഞ്ഞു. അവന്മാർ ഇത് കേട്ടില്ല. അപ്പോഴത്തേക്ക് അവന്മാർ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ചത്തു. ഇവനാണെങ്കിൽ AFK ആയിരുന്നു. പിന്നെ മറ്റവനാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കളിക്കാനായിട്ട്. സോണാണെങ്കിൽ അടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവനാണെങ്കിൽ വേറെ ആരെങ്കിലും അടിക്കുമെന്ന് ഓർത്തു. പക്ഷെ അപ്പോഴത്തേക്കും സോൺ ഇവനെ കൊന്നു. അങ്ങനെ ടീം വൈപ്പോട്ടായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ആരാ ജയിക്കാൻ പോകുന്നത് അങ്ങനെ നോക്കി ഇരുന്നിട്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് ആര് ജയിക്കുമെന്ന് ഞാൻ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഇവൻ്റെ കളി കണ്ടിട്ട് എനിക്ക് ഒരു തോന്നൽ തോന്നി ഇവനായിരിക്കും മിക്കവാറും ജയിക്കാമെന്ന്. കാരണം ഇവൻ ഇച്ചിരി നല്ല പ്ലെയറാണ്. എന്നിട്ട് ഞാൻ ഇവിടെ കുറേ നേരം നോക്കിയിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ കുറേ ഇത് നിങ്ങൾ ഇവൻ്റെ ഗെയിം പ്ലേ ഒന്ന് കണ്ടു നോക്ക്.